ഹലോ, വെൽക്കം ടു 1S അക്കാദമി. നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് UPSC CSAT കോംപ്രഹെൻഷനിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഓക്കെ, ആക്ച്വലി UPSC CSATലെ കോംപ്രഹെൻഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പരമാവധി മാർക്ക് ആസ്പിറൻസിന് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗം കൂടിയാണ് CSAT കോംപ്രഹെൻഷൻ. എല്ലാ വർഷവും അറൗണ്ട് 25 to 27 ക്വസ്റ്റ്യൻസ് UPSC കോംപ്രഹെൻഷന്റെ പാർട്ടിൽ നിന്ന് മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ നിന്ന് ഒരു മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് ഒരു 55 to 60 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് വളരെ മിനിമം ടൈം എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നതാണ് ഈ കോംപ്രഹെൻഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, ഈ കോംപ്രഹെൻഷൻ എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരിക്കലും ആൻസറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. ആക്ച്വലി മാത്സിൽ നിന്ന് ആൻസർ കണ്ടെത്തുന്ന പോലെ തന്നെ കോംപ്രഹെൻഷനിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കറക്റ്റ് ആൻസർ ഏതാണ് എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു CSAT കോംപ്രഹെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോജിക്കലിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മുടെ കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് ആക്ച്വലി UPSCയുടെ പാസേജിന്റെ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. കാരണം കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യവും ഒരു ഓതറിന്റെ വ്യൂ പോയിന്റിലൂടെ കൂടി ഒരിക്കലും പാസേജ് റിഫ്ലക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ പാസേജിലൂടെ പറയില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പാസേജിലേക്ക് നോക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് പരമാവധി ആൻസറിലേക്ക് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ വർഷത്തെയും പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അറൗണ്ട് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് 50+ ക്വസ്റ്റ്യൻസിന് പാസേജിന്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻസ് നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മിനിമം ടൈം എടുത്തിട്ട് നമുക്ക് പരമാവധി കോംപ്രഹെൻഷൻ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു 55 to 60 മാർക്ക് ഈ കോംപ്രഹെൻഷന്റെ പാർട്ടിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രത്യേകത. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ പാസേജ് നോക്കിയിട്ട് നിങ്ങൾ ഒരു അനാലിസിസ് എത്താം. അതിനു മുമ്പ് നമ്മൾ ഓരോ ഓപ്ഷൻസും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഓപ്ഷൻസ് വായിച്ചതിന് ശേഷമാണ് നമ്മൾ പാസേജിലേക്ക് പോകേണ്ടത്. അതും പാസേജ് വായിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി തോന്നുന്നുണ്ടെങ്കിൽ, അത്തരം ഓപ്ഷൻസ് ഒരു കണക്ഷൻ കിട്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പാസേജിലേക്ക് പോകേണ്ടത്. അല്ലാത്ത സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ UPSC ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് റാഷണൽ ആയ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻ റിക്വയർഡ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ ഒരു പാസേജിന്റെ ക്രക്സ് എന്ന് പറയുന്നത് വാട്ടർ അലോക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് പ്രാക്ടിക്കൽ ആവണം, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാവണം, അത് റാഷണൽ ആവണം. അപ്പൊ ഈ ഒരു മൈൻഡിൽ വേണം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ കറക്റ്റ് ആകുന്നത്, എന്തുകൊണ്ടാണ് ബിയും സിയും ഡിയും തെറ്റാകുന്നത് നോക്കാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ഒന്ന് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്, ആൾ റിവർ സിസ്റ്റം ഓഫ് ദി കൺട്രി ഷുഡ് ബി ലിങ്ക്ഡ് ആൻഡ് ഹ്യൂജ് അക്വിഫർ ഈസ് ക്രിയേറ്റഡ്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ രാജ്യത്ത് വാട്ടർ അലോക്കേഷന്റെ പേരിലും അതുപോലെ വാട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന്റെ പേരിലൊക്കെയാണ് സ്റ്റേറ്റുകൾ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ. ഇപ്പൊ കേരളത്തിൽ തന്നെ മുല്ലപ്പെരിയാറിന്റെ പേരിൽ തമിഴ്നാടും കേരളം പ്രശ്നത്തിലുണ്ട്. അതുപോലെ റിവർ ബത്വ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റേറ്റുകൾ തമ്മിൽ ഒരുപാട് കോൺഫ്രണ്ടേഷൻ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഉദാര മനസ്കരായിട്ട് അവരുടെ വെള്ളം മറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ചോട്ടെ എന്ന് ഒരിക്കലും പറയില്ല. കാരണം വെള്ളം പ്രീഷ്യസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താ, എല്ലാ റിവർ സിസ്റ്റം പരസ്പരം ലിങ്ക് ചെയ്യണം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ആണ്. അത് നിങ്ങളുടെ GS നോളജ് വെച്ചിട്ട് നമുക്ക് അനാലിസിലൂടെ കണ്ടെത്താൻ പറ്റും. അപ്പൊ അത്രയും ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എല്ലാ റിവർ സിസ്റ്റം പരസ്പരം ലിങ്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല, ആ ഇമ്മീഡിയറ്റ് ആക്ഷനിലൂടെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി നമുക്ക് തെറ്റാകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് ഓരോന്ന് എലിമിനേഷൻ ടെക്നിക്ക് നമ്മുടെ കോമൺ സെൻസുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഓപ്ഷൻസും സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഓപ്ഷൻ സി തെറ്റാകുന്നത് എന്ന് നോക്കാം. ഇവിടെ വാട്ടർ ചാനൽ ബിറ്റ്വീൻ റീജിയൻ ഓഫ് വാട്ടർ സർപ്ലസ് ആൻഡ് റീജിയൻ ഓഫ് വാട്ടർ ഡെഫിസിറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് എന്ന് പറയുന്നത്. അതായത്
ഒരു ഭാഗത്ത് വാട്ടർ ചാനലുണ്ട്. ഇതും സ്വാഭാവികമായിട്ട് നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ ഒരു റിവർ ലിങ്കിങ് പ്രൊജക്റ്റുമായി കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് വാട്ടർ ഡെഫിസിറ്റ് ഉള്ള റീജിയനിലും വാട്ടർ സർപ്ലസ് ഉള്ള റീജിയനും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ആൾറെഡി ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ റിവർ കെൻബറ്റ്വ പ്രൊജക്ട്, ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ലോസ് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരിക്കലും ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രാക്ടിക്കാലിറ്റി ബേസ്ഡ് ആയിട്ട് ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷനിലൂടെ സാധ്യമാകുന്ന ഒന്നല്ല എന്ന് നമുക്കിത് ഈ ഓപ്ഷൻ സി നമുക്ക് മനസ്സിലാക്കാം. ഇനി ഓപ്ഷൻ ഡി എന്തുകൊണ്ട് തെറ്റാകുന്നു? ഇവിടെ പറയുന്ന നോക്കി, ടു മിറ്റിഗേറ്റ് വാട്ടർ ക്രൈസിസ് വാട്ടർ ഡിമാൻഡ് ഓഫ് ദ സെക്ടേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ഷുഡ് ബി റിഡ്യൂസ് എന്ന് പറയുന്നു. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വാട്ടർ ഉപയോഗിക്കുന്നത് കൃഷിക്ക് വേണ്ടിയിട്ടാണ്, ഇൻഡസ്ട്രീസിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിയിലും അതുപോലെയുള്ള അഗ്രികൾച്ചർ സെക്ടറിലൊക്കെ ആൾക്കാർ വെള്ളം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, രാജ്യത്തുള്ള കർഷകർ എന്ന് പറയുന്നത് ഒരു സ്മാൾ അഗ്രികൾച്ചർ ലേബേഴ്സ് ആണ്, അതുപോലെ അത്തരം ഫാമേഴ്സ് ആണ്. സ്വാഭാവികമായിട്ട് അവരോട് വെള്ളം ഉപയോഗിക്കുന്ന കുറച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതും ഒരു പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആയ അല്ലെങ്കിൽ ഒരു റാഷണൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ അല്ല. ഇനി എന്തുകൊണ്ട് ഓപ്ഷൻ എ കറക്റ്റ് ആകുന്നു? അതും കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇവിടെ ഓപ്ഷൻ എ എന്തുകൊണ്ട് കറക്റ്റ് ആണെന്ന് നോക്കിയാൽ, എ നാഷണൽ പ്രാഗ്മാറ്റിക് ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ വാട്ടർ അലോക്കേഷൻ ഷുഡ് ബി മെയ്ഡ് എന്ന് പറയുന്നത്. ഇതൊരു കോംപ്രഹെൻസീവ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തല്ല, സ്പെസിഫിക് അല്ല, നാരോ അല്ല, നമ്മുടെ കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യുന്നല്ല. ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് UPSC കൊടുക്കുന്നത് അത് ആസ്പിറൻസ് അതിലേക്ക് ഓപ്ഷൻസിലേക്ക് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും സോൾവ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഫൗണ്ടേഷൻ പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് അനാലിസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു 10 ടിപ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ 10 ടിപ്സ് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ ആൻസറും എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് ആ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ ഓരോ ആൻസറിലേക്കും പോകുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പാസേജ് ആണ്, പാസേജ് ഒന്ന് വായിക്കാവുന്നതാണ്. പാസേജ് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റുകൾ നോക്കണം. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ പാസേജിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്കറിയാം എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ നോക്കിയിട്ട് അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസ് നോക്കിയിട്ട് കംപ്ലീറ്റ് പാസേജിൽ ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ പാസേജ് നോക്കണം, അത് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ മാത്രം പാസേജ് നോക്കുക. അതും തന്നെ നോക്കേണ്ട ഒരു സ്റ്റൈൽ ഉണ്ട്. അതായത് കംപ്ലീറ്റ് നോക്കിയിട്ട് അതിൽ നിന്ന് അനാലിസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇഷ്യൂ ടൈം കൺസ്യൂമിംഗ് ആണ്. ആക്ച്വലി CSAT പേപ്പർ എന്ന് പറഞ്ഞാൽ ടൈം കൊണ്ടുള്ള കളിയാണ്. അപ്പൊ മിനിമം ടൈം എടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് പരമാവധി മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ഓരോ ആസ്പിറൻസിനുള്ള പ്രധാനപ്പെട്ട ചലഞ്ച്. അപ്പോൾ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയാത്തൊരു ഇഷ്യൂ വരും. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഓതറിന്റെ പാസേജ് പറയുന്ന ഓതറിന്റെ കൺവേ ചെയ്യുന്ന ക്രൂഷ്യൽ മെസ്സേജ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പലർക്കും സംശയം ഉണ്ടാവും. ഇപ്പോ പാസേജിൽ ഒരുപക്ഷെ ഒരു ആനനെ കുറിച്ച് ആന ഒരു പുലിയാണ് എന്ന് പറയാണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ഇത് കറക്റ്റ് ആക്കുക? കാരണം പാസേജിൽ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് പലരും പറയാറുണ്ട്. ആക്ച്വലി അതൊരു മിത്താണ്. UPSC ഒരിക്കലും നമ്മുടെ കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യവും ഓതറിന്റെ വ്യൂ പോയിന്റിലൂടെ പോലും UPSC എന്ത് ചെയ്യില്ല, അത്തരം സ്റ്റേറ്റ്മെന്റുകൾ അത്തരം പാസേജുകൾ ഉപയോഗിക്കാറില്ല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട വസ്തുത. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഓരോ ഓപ്ഷൻ A, B, C, D എന്നുള്ള ഈ 4 ഓപ്ഷൻസും എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്, എന്തുകൊണ്ടാണ് ഓപ്ഷൻ C കറക്റ്റ് ആകുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ A എന്താണ് പറയുന്നത്? ബിസിനസ്സസ് ദാറ്റ് കോസ് എമിഷൻ മേ നീഡ് ടു ക്ലോസ് ഡൗൺ. നമുക്കറിയാം ഏത് ഇൻഡസ്ട്രീസ് ആണെങ്കിലും ഏത് ഫാക്ടറീസ് പ്രവർത്തിക്കുന്നതാണെങ്കിലും എമിഷൻസ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ്, CO2 ഒക്കെ എമിറ്റ് ചെയ്യാത്ത ഒരു ഇൻഡസ്ട്രീസും പൊതുവെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അത്തരം ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ഡൗൺ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യില്ല, ഫ്ലോറിഷ് ചെയ്യില്ല, ഡെവലപ്പ് ചെയ്യില്ല. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എന്തല്ല, ഇതൊരു ലോജിക്കലി നമ്മുടെ കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് അത് തെറ്റാണ്. രണ്ടാമത്തെ എന്താണ്? ദ ഓൺലി സൊല്യൂഷൻ ഈസ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം ഒരു എമിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അവിടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല, ഒരു അവയർനെസ് ഉണ്ടാവണം. അതുപോലെ നമുക്ക് മറ്റു സൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യണം,
നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പോളിസി ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഓൺലി സൊല്യൂഷൻ എന്ന് പറയുന്നതിലൂടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്, എന്നാലും ഇത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് പറയുന്നതിലൂടെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നാണ് നിങ്ങളോട് UPSC ആക്ച്വലി പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൺലി എന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓൺലി എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി ഒന്ന് നോക്കാം. ഈ ഓപ്ഷൻ ഡി എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്? നിങ്ങൾ ആലോചിക്കുക, സിൻസ് ഫ്യൂച്ചർ ടെക്നോളജിക്കൽ ചേഞ്ച് ഈസ് അൺസർട്ടൈൻ ആൻഡ് ന്യൂ ഇൻഡസ്ട്രീസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള ടോട്ടൽ ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ടോട്ടൽ എനർജി ബാസ്ക്കറ്റിൽ ഒരു അറൌണ്ട് 50%, ഒരു 46 അല്ലെങ്കിൽ 47% ഒക്കെയാണ് ടോട്ടൽ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു രാജ്യം മാത്രമല്ല, നമുക്ക് പലപ്പോഴും കോളാണ് നമ്മുടെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ്. അപ്പോൾ പലപ്പോഴും ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മുടെ പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ, ന്യൂ ഇൻഡസ്ട്രീസ് ഒക്കെ ഷുഡ് ബി ബേസ്ഡ് ഓൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആവണം എന്ന് പറയുന്നത് തന്നെ ഒരു ഫൂളിഷ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അങ്ങനെ സാധ്യമല്ല. നമുക്കൊരു പക്ഷെ ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് റിന്യൂവബിൾ എനർജി സോഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫോക്കസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് കോളും എന്ത് ചെയ്യണം, ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിൽ അതെന്താണ് ലോജിക്കലി നമുക്ക് കറക്റ്റ് ആക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? ഇവിടെ റിന്യൂവബിൾ എനർജി സോഴ്സ് ലൂടെ മാത്രം എന്ത് ചെയ്യണം, ഈ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് എന്തല്ല, ഒരു പ്രാക്ടിക്കലി ആയിട്ട് പോസിബിൾ ആയ കാര്യമല്ല. ഇനി ഇവിടെ ഓപ്ഷൻ സി എന്തുകൊണ്ട് ശരിയാവുന്നു അത് നോക്കണം. ഈ ഓപ്ഷൻ സിയിൽ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ പറയുന്നത്, വെയിറ്റിംഗ് ടു ഡീൽ വിത്ത് കാർബൺ എമിഷൻ അണ്ടിൽ ടെക്നോളജി ഇംപ്രൂവ്സ് ഈസ് നോട്ട് എ വൈസ് സ്ട്രാറ്റജി. ഇത് ശരിയാണ്. നമുക്കറിയാം കാർബൺ എമിഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അത്ര മികച്ചതല്ല എന്ന് വിചാരിച്ചിട്ട് അത് ശരിയാവുന്നത് വരെ ഈ കാർബൺ എമിഷൻ ഒക്കെ നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വൈസ് സ്ട്രാറ്റജി അല്ല എന്ന് പറയുന്നത്. ഇതെന്താണ്, സ്വാഭാവികം നമുക്ക് ശരിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്ന് ഒന്ന് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് പൗസ് അമർത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ UPSC ചോദിച്ചിട്ടുള്ളത് ക്രക്സ് ഓഫ് ദി പാസേജ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ ക്രക്സ് ഓഫ് ദി പാസേജ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ പാസേജിന്റെ ഹെൽപ്പ് വേണ്ടേ? ആക്ച്വലി പാസേജിന്റെ ഹെൽപ്പ് വേണം, എന്നാലും നമ്മൾ നമ്മുടെ കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യുന്ന, നമ്മുടെ GS നോളജിനെ ചലഞ്ച് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പാസേജിലേക്ക് പോകേണ്ടുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് ഒരുപോലെ ശരിയാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് കൂടി ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്താൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ എന്തുകൊണ്ട് തെറ്റാവുന്നു? ഇവിടെ നോക്കുക, ദ സ്കീം ഓഫ് യൂണിവേഴ്സൽ ബേസിൽ ഇൻകം ഷുഡ് ബി ഇംപ്ലിമെന്റഡ് വേൾഡ് വൈഡ് ആസ് എ വേ ഓഫ് പോവർട്ടി അലിവേഷൻ. നമുക്കറിയാം പോവർട്ടി അലിവേഷൻ വേണം, അതിനുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്തെടുക്കണം, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ തന്നെ ഇവിടെ പറഞ്ഞ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഇംപ്ലിമെന്റഡ് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ്. ഇതെന്തല്ല, പ്രാക്ടിക്കലി പോസിബിൾ ആയ കാര്യമല്ല. ഇനി ഒരു പക്ഷെ നമുക്ക് ഒരുപാട് റിച്ച് റിസോഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ പോലും വേൾഡ് വൈഡില് ഇവിടെ ഡെവലപ്ഡ് നാഷൻസ് മാത്രമല്ല, ഡെവലപ്പിംഗ് ഉണ്ട്, അണ്ടർ ഡെവലപ്പിംഗ് ഉണ്ട്, അതുപോലെ ലീസ്റ്റ് ഡെവലപ്ഡ് നാഷൻസ് ഒക്കെ നമ്മുടെ ലോകത്തുണ്ട്, ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നുള്ള കൺസെപ്റ്റ് നടപ്പിലാക്കുക എന്നുള്ള എന്തല്ല, പ്രാക്ടിക്കലി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ആൻസർ അല്ല എന്നാണ് അത് റോങ് ആൻസർ ആവാനുള്ള കാരണം. ഓക്കെ, ഇനി രണ്ടാമത് ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്? ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഫുഡ് ഷുഡ് ബി ഇംപ്രൂവ്ഡ് ബൈ ക്രിയേറ്റിംഗ് അപ്രോപ്രിയേറ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് GM ക്രോപ്സ് ആകെ കോട്ടന് മാത്രമേ ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ റൈസും അതുപോലെയുള്ള ഒരുപാട് ക്രോപ്സ് ഉണ്ട്, അതിനൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഡക്ഷൻ നടക്കും. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കൂട്ടാനൊക്കെ പറ്റും. പക്ഷെ ഗവൺമെന്റ് എന്തുകൊണ്ട് പെർമിഷൻ കൊടുക്കുന്നില്ല? കാരണം അതിന് മേ ബി ഇൻ ഫ്യൂച്ചർ വല്ല ഇഷ്യൂസ് വരാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് കോട്ടൺ മാത്രമേ ഗവൺമെന്റ് പെർമിഷൻ പോലും കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ നമ്മളെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറയുന്ന എന്താണ്, ജനറ്റിക്കൽ മോഡിഫൈഡ് ക്രോപ്സ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. അതൊരിക്കലും വരാൻ പാടില്ല. അതൊരിക്കലും നമുക്ക് നമ്മളെ ജനറൽ നോളജ് വെച്ചിട്ട് തന്നെ നമുക്ക് അതൊരു ആൻസർ ആയിട്ട്, അല്ലെങ്കിൽ പാസേജിൽ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ്, അത്തരം മെസ്സേജ് ഒരിക്കലും പാസേജ്
റെപ്ലിക്കേറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെയുള്ള ബിയും ഡിയും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ആൻസേഴ്സ് ആണ്. ഇവിടെ ബി എന്താ പറയുന്നത്, വി മസ്റ്റ് പ്ലേസ് ഫുഡ് ബേസ്ഡ് ന്യൂട്രീഷൻ അറ്റ് ദ സെന്റർ ഓഫ് അവർ പോളിസി ഡിബേറ്റ്. അതാണ് എന്താ പറയുക, അതായത് ഫുഡ് ബേസ്ഡ് ന്യൂട്രീഷൻ എന്താവണം നമ്മുടെ പോളിസി ഡിബേറ്റിന്റെ സെൻട്രൽ തീമായിട്ട് മാറ്റം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡിയോ, യൂസിങ് മോഡേൺ ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി വി മസ്റ്റ് ഫോർട്ടിഫൈ ഫുഡ് ഐറ്റംസ് വിത്ത് റിക്വയർഡ് ന്യൂട്രിയൻ എലമെന്റ് എന്നാണ്. അതായത് ഇതിന്റെ ഇത്തരം സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇത് രണ്ടും ശരിയാവാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് ആൻസർ കണ്ടെത്തുക? ഇത്തരം സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ ആൻസറിലേക്ക് എങ്ങനെയാണ് പോവുക വെച്ചാൽ ഇതിന്റെ രണ്ടിനും തീം എന്താണ് നോക്കുക. ഇവിടെ പറയുന്ന തീം എന്താണ്? ഫുഡ് ബേസ്ഡ് ന്യൂട്രീഷനെ കുറിച്ചാണ്. അതായത് ഇവിടെ പറയുന്ന തീം ഫുഡ് ബേസ്ഡ് ന്യൂട്രീഷൻ ആണ്. ഇവിടെ പറയുന്ന തീം എന്താണ്? ഫുഡ് പ്രോസസിംഗ് ടെക്നോളജിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ നേരെ പാസേജിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെക്ക് ചെയ്ത് നോക്കും? ഫുഡ് ബേസ്ഡ് ന്യൂട്രീഷനെ കുറിച്ചാണ് പാസേജ് പറയുന്നത്, അല്ലെങ്കിൽ ഫുഡ് പ്രോസസിംഗ് ടെക്നോളജിയെ കുറിച്ച് എന്തെങ്കിലും മെൻഷൻ പാസേജിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ട് അത് നോക്കുമ്പോൾ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസിംഗ് ടെക്നോളജിയെ കുറിച്ച് ഒന്നും ഈ പാസേജിൽ പറയുന്നില്ല മനസ്സിലാക്കിയാൽ തന്നെ അത് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി, അല്ലാതെ അനാലിസിസ് ചെയ്യേണ്ട യാതൊരു ആവശ്യം അവിടെ വരുന്നില്ല. ഇങ്ങനെയാണ് ഓരോ ആൻസർ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പാസേജ് നമുക്ക് നോക്കാം. ഇവിടെ ആനകളെ കുറിച്ചാണ്, നമുക്കറിയാം ആനകളെ കുറിച്ചാണ് ഈ ഒരു പാസേജ് പറയുന്നത്. അപ്പോ ഇവിടെയും UPSC ചോദിക്കുന്നത് മോസ്റ്റ് ലോജിക്കൽ ആവണം, റാഷണൽ ഇൻഫറൻസ് ആവണം നിങ്ങൾ എടുക്കേണ്ടത് എന്നാണ് UPSC പറയുന്നത്. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആൻസറുകളൊക്കെ അത്തരം ഇതിൽ പറഞ്ഞില്ലെങ്കിൽ പോലും റാഷണൽ ആവണം, പ്രാക്ടിക്കൽ ആയിട്ട് പോസിബിൾ ആകാൻ കഴിയുന്ന ആൻസേഴ്സ് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നോക്കാം ഇതെങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക. ഇവിടെ നിങ്ങളൊന്ന് പേഴ്സൺ നിർത്തിയിട്ട് ആൻസർ എന്ത് ചെയ്യാൻ പറ്റുമോ, കണ്ടെത്താൻ പറ്റുമോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഹോം റേഞ്ച് ഓഫ് എലിഫന്റ് നീഡ്സ് ടു ബി എ വാസ്റ്റ് ഏരിയ ഓഫ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ആനകൾ എവിടെ കാണാറുള്ളത്? ഒന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യത്ത് കാണാറുണ്ട്, പിന്നെ ആഫ്രിക്കൻ എലിഫന്റ്, ഏഷ്യൻ എലിഫന്റ് എന്ന് പറയല്. ഈ ഏഷ്യൻ എലിഫന്റ് ഒക്കെ അത് ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. കേരളം, അതുപോലെയുള്ള വെസ്റ്റേൺ ഗാട്സ്, അതുപോലെ ഈസ്റ്റേൺ ഗാട്സിലൊക്കെയാണ്, ഈസ്റ്റേൺ ഗാട്സ് അല്ല, അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലൊക്കെ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആഫ്രിക്കൻ എലിഫന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ റീജിയനിലാണ്. അതൊരിക്കലും ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റി റീജിയൻ ആണ് എന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ തന്നെ അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ചില ഏരിയകൾ ഉണ്ടാവും, എന്നാലും കംപ്ലീറ്റ് അതിന്റെ ഹോം റേഞ്ച് അങ്ങനെയുള്ള സ്ഥലമാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ലോജിക്കലി എന്താണ്, ഇൻകറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ സി എന്തുകൊണ്ടും തെറ്റാകുന്നു. ഈ റിച്ച് ബയോഡൈവേഴ്സിറ്റി കനോട്ട് ബി മെയിൻറ്റൈൻ ഇൻ ദ ഫോറസ്റ്റ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എലിഫന്റ്. എലിഫന്റിന്റെ പ്രസൻസ് ഇല്ലാതെ ഇതൊരിക്കലും റിച്ച് ബയോഡൈവേഴ്സിറ്റി ഫോറസ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഫോറസ്റ്റ് ഇല്ലാത്ത രാജ്യത്തൊന്നും എലിഫന്റ് ഇല്ലാത്ത രാജ്യത്തൊന്നും ഫോറസ്റ്റ് നിലനിൽക്കില്ല എന്ന ഒരു സ്യൂഡോ റിമാർക്കാണ് ഇവിടെ ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് അതും നമ്മൾ ലോജിക്കലി തന്നെ തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡി എന്ന് നോക്കാം. എലിഫന്റ് ആർ കാപ്പബിൾ ഓഫ് റീജനറേറ്റിംഗ് ഫോറസ്റ്റ് വിത്ത് സ്പെസീസ് ആസ് പെർ ദ റിക്വയർമെന്റ്. നമുക്കറിയാം ആനകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റിന്റെ റീജനറേഷനെ വളരെ സഹായിക്കുന്ന ഒരു ജീവിയാണ്. എന്നാലും ഇവിടെ ശ്രദ്ധിക്കുക, ഇവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇവർക്ക് ഫോറസ്റ്റ് മാനേജ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് ലോജിക്കലി നമുക്ക് ചിന്തിച്ചാൽ പോസിബിൾ ആയ കാര്യമില്ല. അവരുടെ ജീവിതത്തിലൂടെ അവര് കാട്ടിൽ നിലനിൽക്കുന്നതിലൂടെ ഫോറസ്റ്റിന്റെ റീജനറേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആസ് പെർ ദയർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇനി ഓപ്ഷൻ ബി എന്തുകൊണ്ട് ശരിയാവുന്നു? എലിഫന്റ് ആർ കീസ്റ്റോൺ സ്പെസീസ് എന്താണ്, ഒരു കോംപ്രഹെൻസീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കീസ്റ്റോൺ സ്പെസീസ് ആണ്. നമ്മൾ GS പഠിക്കുന്ന സമയത്തൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ദേ ബെനിഫിറ്റ് ദ ബയോഡൈവേഴ്സിറ്റി, അത് എന്ത് ചെയ്യുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റിക്ക് ബെനിഫിറ്റ് നൽകുന്നുണ്ട് എന്ന് പറയുന്നതും നമുക്ക് വിചാരിക്കുന്ന ഒരു പോസിറ്റീവായ നമ്മുടെ കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് അതാണ് ആൻസർ ആയി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ്, ഈ പാസേജ് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ പാറ്റേണിൽ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ആവുന്നത് അൺസസ്റ്റൈനബിൾ ആവുന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ ഇതിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന എന്താണ്, അൺസസ്റ്റൈനബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ പാറ്റേൺ. പ്രൊഡക്ഷൻ പാറ്റേണിലുള്ള അൺസസ്റ്റൈനബിലിറ്റി ഉണ്ടാകുന്നത് ഈസ് ഡ്യൂ ടു എന്തുകൊണ്ടൊക്കെയാണ്? ഒന്ന്, ഹെവി ഡിപ്പെൻഡൻസ് ഓഫ് ഫോസിൽ ഫ്യൂൽ. അത് ശരിയാണ് അല്ലെ, ഫോസിൽ ഫ്യൂലിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു അൺസസ്റ്റൈനബിലിറ്റിക്കുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അത് ശരിയല്ലേ? അപ്പൊ ശരിയാണ്. അപ്പോ ഒന്ന് ഓപ്ഷൻ എ
ABCD എന്നുള്ളതിൽ ബി എന്താണ് തെറ്റാന്ന് എടുക്കുക. കാരണം ഓപ്ഷൻ എ എന്താണ് ഡെഫിനറ്റ്ലി ശരിയാവാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. പിന്നുള്ളത് രണ്ടാമത്തെ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്. വളരെ ലിമിറ്റഡ് അവൈലബിലിറ്റി റിസോഴ്സ് ഉണ്ടാവുക എന്താണ് അൺസസ്റ്റൈനബിൾ ആണ്. സോ അതും എന്താണ് സ്വാഭാവികമായിട്ട് ശരിയാണ്. ഇവിടെ എന്തുകൊണ്ട് ഓപ്ഷൻ സി തെറ്റാകുന്നു? എക്സ്പാൻഷൻ ഓഫ് റിസൈക്ലിംഗ് എക്സ്പാൻഡ് ചെയ്യാന്നുള്ള എന്താണ് സസ്റ്റൈനബിൾ സോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ മെത്തേഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനിൽ മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോവാം. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി UPSCയുടെ കോംപ്രഹെൻഷൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നമുക്കറിയാം മിനിമം ടൈം എടുത്ത് മാക്സിമം മാർക്ക് വാങ്ങിയിട്ട് നമുക്ക് ടൈം കൺസ്യൂമിങ് ഇല്ലാതെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആൻസറിലേക്ക്, അതുപോലെ നമുക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും കഴിയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കോംപ്രഹെൻഷന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ December 25 ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആയിരിക്കും. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന സെഷനായിട്ട് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലൈവ് സെഷൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾക്ക് 699 രൂപ 699 ആണ് നമ്മൾ ഇതിന്റെ ഒരു കോഴ്സ് ഫീ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ മിനിമം ടൈം എടുത്ത് മാക്സിമം മാർക്ക് നമ്മൾക്ക് CSAT സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു മെത്തേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് താല്പര്യമുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് മാത്സിൽ ഒരുപാട് ടൈം എടുത്ത് മാത്രം ആൻസറിലേക്ക് എത്താൻ കഴിയുന്ന അത്തരം ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു കോഴ്സ് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ചെയ്യുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.